ഇപ്പം നമ്മുടെ കുട്ടികൾ മുഴുവൻ പുറത്തേക്ക് പോകണം. കുറേ നാൾ ഓസ്ട്രേലിയ ആയിരുന്നു, പിന്നെ കാനഡയാണ്, UK ആണ്, ജർമ്മനിയാണ്, എല്ലാവരും പോകാൻ. അവരുടെ പ്രൊഫൈലുകൾ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 40,000 പ്രൊഫഷണലുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് 9,800 പേർ, സൗദി അറേബ്യയിൽ നിന്ന് 1,600 പേർ, യുണൈറ്റഡ് കിങ്ഡം 1,600 പേർ, അമേരിക്കയിൽ നിന്ന് തന്നെ 1,200 പ്രൊഫഷണലുകൾ അമേരിക്കയിൽ ജോലി ചെയ്തവർ ഇപ്പോ കേരളത്തിലെ കമ്പനികളിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് ലിങ്ക്ഡ്ഇൻ റിപ്പോർട്ട് പറയുന്നത്. കർണാടകയിൽ നിന്ന് 7,700 പേർ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ നോക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇങ്ങനെ വരുന്നവരുടെ മൂന്നാമതായി അവർ തെരഞ്ഞെടുക്കുന്നത് ഓൺട്രപ്രണർഷിപ്പാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ. അവിടെ പ്രൊഫഷണലുകളായിരുന്ന ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നു എന്നതും ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഇതിനേക്കാൾ കുറെ കൂടി ഉയർന്നതായിരുന്നു. ഇപ്പൊ ലിങ്ക്ഡിനകത്ത് അംഗങ്ങളായിട്ടുള്ളവരുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണ് സാർ. എന്നാൽ ഇതിലില്ലാത്ത മെമ്പർമാർ കൂടി നോക്കുമ്പോൾ കേരളത്തിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകുന്നു. അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.